അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമസ്കാരത്തിൽ റുക്കൂഅ കിട്ടിയാൽ റക്അത്തായി പരിഗണിക്കുമോ? പല ആളുകൾക്കുമുള്ള സംശയമാണ്. ഈ വിഷയത്തിൽ റുക്കൂഅ കിട്ടിയാൽ റക്അത്തായി പരിഗണിക്കുമെന്നുള്ളതാണ് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. പ്രധാനമായി 3 ഹദീസുകളാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ തെളിവുദ്ധരിക്കുന്നത്. ഒന്നാമത്തേത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്നഹു ഇൻതഹ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ റാക്കിഉൻ ഫറകഅ ഖബ്ല യസില ഇല സഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലായിരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് നമസ്കാരത്തിൽ ചേരുന്നു. പക്ഷേ അദ്ദേഹം പ്രവാചകനോട് നമസ്കാരത്തിൽ ചേരുമ്പോൾ റുകൂഇലാണ് ചേരുന്നത്. എന്നാൽ സഫിൽ അദ്ദേഹത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ ആ റുകൂഅ തുടങ്ങുകയും അങ്ങനെ റുകൂഇൽ ചേരുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം സഫിൽ നിന്നില്ല. ഫദക്കറ ദാലിക ലിനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല. ഈ വിവരം നമസ്കാര ശേഷം പ്രവാചകന്റെ അടുത്ത് ധരിപ്പിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു, സാദഖല്ലാഹു ഹിർസൻ, അല്ലാഹു നിന്റെ ആഗ്രഹത്തെ വർദ്ധിപ്പിച്ചു തരട്ടെ, വലാ തഉദ്, ഇനി ആവർത്തിക്കരുത്. അപ്പോൾ സഫിൽ നിൽക്കാതെ റുകൂഇൽ കൂടിയ ഈ സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ ഇനി ആവർത്തിക്കരുത്, നിന്റെ ആഗ്രഹം അല്ലാഹു സഫലീകരിച്ചു തരട്ടെ എന്നാണ്. അപ്പോൾ ഈ ഹദീസിൽ റുകൂഅ കിട്ടിയപ്പോൾ റക്അത്തായി പരിഗണിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ റക്അത്ത് വീണ്ടെടുക്കാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ. അപ്പോൾ റുകൂഅ കിട്ടിയാൽ റക്അത്ത് കിട്ടും എന്നതിന്റെ തെളിവായി ഹദീസ് കൊണ്ടുവരാറുണ്ട്. രണ്ടാമത്തൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണ്. ഇദാ ജിഅ്തും ഇല സ്വലാത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ നമസ്കാരത്തിനെത്തിയാൽ വനഹ്നു സുജൂദുൻ ഫസ്ജുദു, നാം സുജൂദിലാണെങ്കിൽ നിങ്ങൾ സുജൂദ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി എത്തിയാൽ ഞങ്ങൾ സുജൂദിലാണെങ്കിൽ നിങ്ങൾ സുജൂദ് ചെയ്യുക. വലാ തഅദ്ദൂഹാ ഷൈഅൻ, അതിനെ ഒന്നും പ്രത്യേകമായി പരിഗണിക്കുകയില്ല, സുജൂദ് കിട്ടി എന്നത് മാത്രം. വമൻ അദ്റക റകഅ, എന്ന റകഅത്ത് കിട്ടിയാൽ ഫഖദ് അദ്റക അസ്സലാ, നിസ്കാരം കിട്ടി. ഈ റകഅത്ത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് റുക്കൂ ആണ് എന്ന് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് സുജൂദിനോട് ചേർത്ത് വരുന്ന റുക്കൂവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ റകഅത്ത് എന്ന പദം ചർച്ച ചെയ്യുന്നത് എന്നാണ് അവരുടെ വീക്ഷണം. അതുകൊണ്ട് ഈ ഹദീസും റുക്കൂ കിട്ടിയാൽ റകഅത്ത് കിട്ടും എന്നുള്ളതിനെ തെളിവായി ഉദ്ധരിക്കാറുണ്ട്. മൂന്നാമതായി ഇരിക്കുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അദ്റക റകഅതൻ മിനസ് സ്വലാത്തി ഫഖദ് അദ്റകഹാ, ഒരാൾക്ക് റകഅത്ത് കിട്ടിയാൽ അവന് നമസ്കാരം കിട്ടി. ഖബ്ല യുഖീമൽ ഇമാമു സുൽബഹു, ഇമാം അവന്റെ നട്ടെല്ല്, ഇമാം അദ്ദേഹത്തിന്റെ നട്ടെല്ല് നിവർത്തുന്നതിന് മുമ്പായി. അപ്പോൾ നട്ടെല്ല് നിവർത്തുക എന്ന് പറഞ്ഞാൽ റുക്കൂഇൽ നട്ടെല്ല് കുനിഞ്ഞാണ് നിൽക്കുന്നത്, വളഞ്ഞാണ് നിൽക്കുന്നത്. അത് നേരെയാകുമ്പോൾ, അഥവാ റുക്കൂഇൽ ഒരാൾക്ക് റുക്കൂഇൽ നമസ്കാരത്തിൽ ചേർന്നാൽ റകഅത്ത് കിട്ടി എന്ന് ഈ ഹദീസ് തെളിവാണ്. അതുകൊണ്ടാണ് മുതുക് നേരെയാകുന്നത് വരെ എന്ന പരാമർശം നടത്തിയത് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ച് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റുക്കൂ കിട്ടിയാൽ റകഅത്ത് കിട്ടും